ശബരിമല കൊള്ളക്കേസിൽ അങ്ങനെ എ പത്മകുമാറും അറസ്റ്റിലായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ നേരത്തെ MLA ഒക്കെ ആയിരുന്നു, CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പത്മകുമാർ പറയാറുള്ളത് താൻ ശബരിമല അയ്യപ്പനുമായി വളരെ അടുപ്പമുള്ള കുടുംബത്തിൽപ്പെട്ടയാളാണ്. ഹരിവരാസനം എഴുതിയത് തൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അയ്യപ്പൻ തൻ്റെ വലിയ ശക്തിദായകനായ പ്രിയപ്പെട്ട ദൈവമാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു പത്മകുമാർ. പക്ഷേ പത്മകുമാർ 2 ദിവസം മുമ്പ് പറഞ്ഞ ഒരു കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. പത്മകുമാർ പറഞ്ഞത്, എന്ത് ചെയ്യാം, ശബരിമലയിൽ വലിയ കൊള്ള നടക്കുന്നു, ഭഗവാന്റെ ആഭരണങ്ങൾ, സ്വർണം, പ്രധാനപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ദൈവതുല്യരായ ചിലരാകുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കണം ആ വാചകം. ദൈവതുല്യരായ ചിലരൊക്കെ നിർദ്ദേശിച്ച പ്രകാരം, ആഗ്രഹിച്ച പ്രകാരമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ തനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് പത്മകുമാർ പറഞ്ഞത് വാർത്താമാധ്യമങ്ങളെല്ലാം കാണിച്ചതാണ്. ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. പത്മകുമാറിൻ്റെ അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. വാസുവിൻ്റെ അറസ്റ്റ്, ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, പിന്നെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ദേവസ്വം കമ്മീഷണറായി വളരെ കൃത്യമായ പദ്ധതിയോടെ, ആസൂത്രണത്തോടെ CPM-ഉം പിണറായി വിജയനും ശബരിമലയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച പാർട്ടി ഗുണ്ട എന്ന് പറയാവുന്ന, പാർട്ടി കൊള്ളക്കാരൻ എന്ന് പറയാവുന്ന N വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉറപ്പായിരുന്നു പത്മകുമാറിലേക്ക് അതെത്തും എന്ന്. കാരണം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവും അന്ന് ദേവസ്വം ബോർഡിലെ പ്രമുഖ ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവും ചേർന്നാണ് വിജയമല്യ പണിതു കൊടുത്ത സ്വർണ്ണപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച ദ്വാരപാലകരെ ഇളക്കി മാറ്റിയിട്ട് അത് ചെമ്പാണെന്ന് എഴുതി തീർത്തത്. അങ്ങനെ ചെമ്പാണെന്ന് എഴുതിയ കടലാസ് ദേവസ്വം കമ്മീഷണറായ വാസു മുകളിലേക്ക് അയക്കുമ്പോൾ ആ ദ്വാരപാലകരുടെ ശില്പങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ അനുമതി കൊടുത്തുകൊണ്ട് ഒപ്പിട്ടത് പത്മകുമാറാണ്. അപ്പോൾ പത്മകുമാർ സ്വാഭാവികമായിട്ടും പ്രതിയാവുന്നു. കാരണം അവിടെ വിജയമല്യ കൊടുത്ത സ്വർണം കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലകരാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് പത്മകുമാർ. അത് ചെമ്പാണെന്നെഴുതി വാസു ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതങ്ങനെയല്ലല്ലോ, മല്യ തന്ന സ്വർണ്ണമല്ലേ എന്ന് ചോദിക്കാതെ ചെമ്പ് തന്നെ എന്ന് പറഞ്ഞ് തുല്യം ചാർത്തി പത്മകുമാർ വിട്ടു. അപ്പോൾ പത്മകുമാർ കള്ളനാണ്, ഒരു തർക്കവുമില്ല. ശബരിമല കൊള്ളസംഘത്തിലെ ഒരംഗമാണ് പത്മകുമാർ. ആ പത്മകുമാറാണ് പറയുന്നത്, ഇതൊക്കെ ദൈവതുല്യരായ ചിലർ പറഞ്ഞ പ്രകാരം, ആഗ്രഹിച്ച പ്രകാരം ചെയ്യുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വലിയ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. CPM-ൽ ദൈവം ആരാണ്? വേണമെങ്കിൽ CPM-കാർ അവരുടെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ 3 താടിക്കാരുടെ, ഒരു കഷണ്ടിത്തലേൻ്റെയും 2 താടിക്കാരുടെയും പടം വെക്കുമല്ലോ, മാർക്സ്, എംഗൽസ്, ലെനിൻ. അവരാണോ ഇപ്പോൾ CPM-നെ നയിക്കുന്ന ദൈവം? അല്ല. CPM-ലെ ദൈവം എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായി CPM-ൽ ഇന്നുള്ളത് പിണറായി വിജയനാണ്. പിണറായി വിജയനല്ലാതെ CPM-കാർക്ക്, പത്മകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് ദൈവത്തെപ്പോലെ രക്ഷകനും സംഹാരകനും അഭയകേന്ദ്രവുമായി മറ്റാരി പാർട്ടിയിലുണ്ട്. അപ്പോൾ പത്മകുമാർ പറയുന്നത് പിണറായിയെക്കുറിച്ചാണോ? പിണറായി ആണോ ശബരിമല ക്ഷേത്രം ഇന്നത്തെ സ്ഥിതിയിൽ, ആ ശബരിമല ക്ഷേത്രം അവിടെ ഉണ്ടാവണ്ട എന്ന് ആഗ്രഹിച്ചത്? പിണറായിയെ സംബന്ധിച്ച് അറിയാമല്ലോ. പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആദ്യം ചോദിച്ച കാര്യങ്ങളിലൊന്ന്, ശബരിമലയിൽ എന്തുകൊണ്ട് 365 ദിവസങ്ങളും ഭക്തരെ പ്രവേശിപ്പിച്ചുകൂടാ എന്ന് ചോദിച്ച ആളാണ് പിണറായി. അപ്പോൾ ശബരിമലയിൽ നിലവിലുള്ള ആചാരക്രമങ്ങളൊക്കെ മാറ്റി ഭക്തർക്ക് 365 ദിവസവും പ്രവേശനം കിട്ടുന്ന ഒരു സാധാരണ ക്ഷേത്രമായി ശബരിമല മാറണം. കാട്ടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ക്ഷേത്രം, അവിടെ 365 ദിവസവും ആളുകൾ പോകണം. അങ്ങനെ 365 ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപ കാണിക്ക വരുമെന്ന് പിണറായി ആലോചിച്ചിട്ടുണ്ടാവാം. അതുമാത്രമല്ല, യോഹന്നാൻ എന്ന് പറയുന്ന പഴയ താറാവ് കച്ചവടക്കാരനുണ്ടല്ലോ, ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പള്ളിയുണ്ടാക്കി, ഒരു സഭയുണ്ടാക്കി, അതിൻ്റെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായി മാറിയ ആൾക്ക് ചെറുവള്ളി എസ്റ്റേറ്റിൽ ഉള്ള താല്പര്യങ്ങളൊക്കെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം. യോഹന്നാന് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭൂമി യോഹന്നാന് കൈമാറി, ആ യോഹന്നാൻ്റെ പക്കൽ നിന്ന് കേരള സർക്കാർ അത് വിലയ്ക്ക് വാങ്ങിച്ച്, അതായത് കേരള സർക്കാരിൻ്റെ ഭൂമി കേരള സർക്കാർ തന്നെ വിലയ്ക്ക് വാങ്ങിച്ച് അവിടെ ഒരു വിമാനത്താവളം ഉണ്ടാക്കണം. അവിടെ ഒരു വിമാനത്താവളം ശബരിമലയിൽ വന്നു കഴിഞ്ഞാൽ 365 ദിവസവും ശബരിമലയിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ ആ വിമാനത്താവളം പൊളിറ്റിക്കലി, എക്കണോമിക്കലി വയബിൾ ആവുകയുള്ളൂ.
സാമ്പത്തികമായി ആ വിമാനത്താവളം ആവണമെങ്കിൽ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയ്ക്ക് വരണം. അതിനാണ് പിണറായി അന്ന് ചോദിച്ചത്, ശബരിമല എല്ലാ ദിവസവും തുറന്നാൽ എന്താണ് എന്ന് ചോദിച്ചത്. അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ നമുക്കെല്ലാം അറിയാം. അപ്പോൾ പിണറായിക്ക് ഒരുപക്ഷെ ശബരിമല ഇങ്ങനെ വളരെ ദിവ്യമായ ഒരു ക്ഷേത്രമായി അങ്ങനെയൊന്നും നിൽക്കണ്ട, എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ അത് മാറിയാൽ മതി. കാരണം ശബരിമലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ ജാതിയിൽ സകല ജാതിക്കാർക്കും തൊട്ടുകൂടാത്തവർക്കും തിണ്ടിക്കൂടാത്തവർക്കും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുണ്ടെന്ന് വിധിക്കപ്പെട്ടിരുന്ന ആളുകൾക്കുൾപ്പെടെ മല കയറി അവിടെ ഒരുമിച്ച് മുട്ടി ഉരുമ്മി നിന്ന് ഭഗവാനെ തൊഴാൻ സാധിക്കുന്ന ഏകക്ഷേത്രം ശബരിമലയായിരുന്നു. അപ്പോൾ ജാതി മതഭേദങ്ങൾക്കപ്പുറത്ത്, ജാതിഭേദങ്ങൾക്കപ്പുറത്ത്, വർണ്ണഭേദങ്ങൾക്കപ്പുറത്ത് മുഴുവൻ ഹിന്ദുവിനും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമായിരുന്നു ശബരിമല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജാതി വ്യവസ്ഥ, ജാതീയമായ തിരിവുകളൊക്കെ പിന്നീട് എപ്പോഴോ വന്നു ചേർന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ശബരിമല. അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രം കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരുമയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രമാണ്. അതുകൊണ്ട് അതങ്ങനെ നിൽക്കണ്ട എന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് യുവതികളെ, 2 ആക്ടിവിസ്റ്റുകളെ, 2 നിരീശ്വരവാദികളെ ചാക്കിൽ പൊതിഞ്ഞ് രാത്രി ആംബുലൻസിൽ കയറ്റി പിണറായി അവിടെ എത്തിയത്. കാരണം ശബരിമലയെ തകർക്കണം, ശബരിമല എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ പിണറായി വിജയൻ അല്ലെങ്കിൽ CPM പറഞ്ഞിട്ടുണ്ടാവാം. കാരണം ഹിന്ദുക്കൾ അങ്ങനെ അയ്യപ്പൻ്റെ പേരിൽ ഒന്നാവണ്ട. അങ്ങനെ ഹിന്ദു ഒന്നായാൽ കേരളത്തിലെ CPMൻ്റെ അടിത്തറയാണ് കുത്തി ഒലിച്ച് പോകാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായി അറിയാം. കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലെ CPMൻ്റെ ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചോർന്നുപോയി എന്ന് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയിരുന്ന് വിലപിച്ച് മാറത്തടിക്കുന്നു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതായാലും ശബരിമല ഒരു ലക്ഷ്യമാണ്, ഒരു ടാർഗറ്റാണ്, അതിനെ തകർക്കാനുള്ള ശ്രമമാണ്. നോക്കൂ, നമ്മളിപ്പോൾ ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങിയിട്ട് 2-3 ദിവസം ആവുന്നുള്ളൂ. എന്താ അവിടെ നടക്കുന്നത്? ശബരിമല എന്ന് മണ്ഡലകാലം ആരംഭിക്കുമെന്ന് എത്രയോ കാലം, അടുത്ത വർഷത്തെ മണ്ഡലകാലം പോലും എന്ന് തുടങ്ങുമെന്ന് നമുക്ക് ഇന്നേ അറിയാം. എന്നിട്ട് ഈ ഭക്തർ വരുമ്പോൾ അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ജയകുമാർ എന്ന് പറയുന്ന IAS പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയിട്ട് അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമായോ? അദ്ദേഹം വന്നതേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് പ്രശാന്ത് എന്ത് ചെയ്തു? സത്യത്തിൽ ഒരു ക്രിമിനൽ കേസെടുത്ത് ഈ ആളുകളെ മുഴുവൻ കഷ്ടപ്പെടുത്തിയ പ്രശാന്ത് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തിൻ്റെ കൂടുവിട്ട് കൂടുമാറുന്ന രാഷ്ട്രീയത്തിൻ്റെ പുതിയ പ്രതീകമായ പ്രശാന്തിനെ ജയിലിലടക്കേണ്ടതാണ്. അത്ര നികൃഷ്ടമായ രീതിയിലാണ് ആ മനുഷ്യൻ സ്വർണ്ണക്കൊള്ളയുടെ കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടി ഒരക്ഷരം ചെയ്യാതെ, ഒരക്ഷരം എഴുതാതെ, ഒരക്ഷരം ഉത്തരവായി നൽകാതെ, ഒരു ചെറുവിരല നക്കാതെ ഈ കാലം അത്രയും അവിടെ അട്ടയെപ്പോലെ കടിച്ചു തൂക്കിയിരുന്നത്. ജയകുമാറിനെ കുറ്റം പറയാനുള്ള സമയമായിട്ടില്ല. അദ്ദേഹത്തിന് ഹണിമൂൺ പീരീഡ് കൊടുക്കണം. പക്ഷേ ഹണിമൂൺ പീരീഡ് മണ്ഡലകാലമാണ്. അപ്പോൾ ശബരിമലയിലേക്ക് ആളുകൾ വരണ്ട. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഓൺലൈൻ ബുക്കിംഗ് ദിവസം 5000 പേര് മതിയെന്ന്. ശബരിമലയിൽ ദിവസം 5000 പേർ മാത്രം വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ക്ഷേത്രത്തെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു ക്ഷേത്രത്തെ തകർക്കാനുള്ള CPMൻ്റെ ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമാണ് ശബരിമല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വീണ്ടും ഉണ്ടായിരിക്കുന്ന മണ്ഡലകാലത്തെ വലിയ കൂട്ടക്കുഴപ്പങ്ങൾ. ആദ്യ ദിവസം മുതൽ കൂട്ടക്കുഴപ്പം. ഞാനൊരു വീഡിയോ കണ്ടു. ഒരമ്മയും 3-4 അമ്മമാരും ഒരു കുഞ്ഞു പയ്യനുമായിട്ട് ശബരിമലയ്ക്ക് വരുന്ന അമ്മ ഹൃദ്രോഗിയാണ്. അവർക്ക് കയറാൻ പറ്റുന്നില്ല. അവർ നിരാശരായി കരഞ്ഞ് അയ്യപ്പനെ കാണാൻ പറ്റാതെ അവർ തിരിച്ചിറങ്ങി പമ്പയിലെ പോലീസ് ഹെഡ് പോസ്റ്റിനടുത്തെത്തുമ്പോൾ പോലീസുകാരൻ വന്നവരെ വിളിക്കുന്നു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി. കാരണം മലയുടെ മുകളിൽ അയ്യപ്പൻ്റെ കാവലാളിനെ പോലെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. കേരള പോലീസിലെ ADGP ആയ S. ശ്രീജിത്ത് ഈ കാര്യം പറഞ്ഞു. ഇവർ ഹൃദ്രോഗിയായ ഒരു വനിതകളുടെ സംഘം ഒരു കുഞ്ഞുമായിട്ട് വന്നിട്ട് ദർശനത്തിന് കയറാൻ പറ്റാതെ, മലയിലേക്ക് കയറാൻ പറ്റാതെ തിരിച്ചു പോയി എന്നറിയുമ്പോൾ പോലീസിൻ്റെ റെസ്ക്യൂ വണ്ടി വിട്ട് അവരെ ഗൂർഖ ജീപ്പിൽ കയറ്റി സന്നിധാനത്തെത്തി ഭഗവാനെ കാണാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു കേരള പോലീസിലെ നീതിമാനായ ഒരു പോലീസ് ഓഫീസർ. ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാരണം എത്രയോ കാലം ആഗ്രഹിച്ചിട്ടാണ് സ്ത്രീകളായിട്ടുള്ള ആളുകൾ കെട്ടുമുറുക്കി ഭഗവാനെ കാണാനായിട്ട് മലയിലേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയ നൊമ്പര പറഞ്ഞ് അറിഞ്ഞിട്ട് ഒരു പോലീസ് മേധാവി അവരെ താഴത്ത് നിന്ന് വാഹനത്തിൽ കയറ്റി മുകളിലെത്തിച്ച് അയ്യപ്പനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സേനയിലുണ്ട്, നമ്മുടെ സംവിധാനത്തിലുണ്ട്, നമ്മുടെ ബ്യൂറോക്രസിയിലുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതൊന്നും കണ്ടുകൂടാ. അതുകൊണ്ട്
ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഈ ആളുകൾ പറയുമല്ലോ പിണറായി വിജയനെക്കുറിച്ച് കിറ്റപ്പൻ ദൈവം എന്നൊക്കെ പറയാറുണ്ട്. സമയമാകുമ്പോൾ വോട്ടിൻ്റെ കാലമാകുമ്പോൾ എല്ലാവർക്കും കിറ്റ് കൊടുക്കുന്ന ദൈവം. അമ്പലത്തിൻ്റെയൊക്കെ ഭാഗത്ത് മുമ്പ് മലബാറിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് പിണറായി വിജയൻ്റെ പടം വെച്ചിട്ട് ഇതാണ് ദൈവം, ബിഷപ്പ് മാറ്റുന്ന ദൈവം ഇതാണ് എന്ന് ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നു ഈ അന്തംഗമികൾ. അപ്പോൾ ആരോ പറഞ്ഞു ശരിയാണ്, ഇത് കിറ്റപ്പൻ ദൈവം. ആ കിറ്റപ്പൻ ദൈവമാണോ, ആ കിറ്റപ്പൻ ദൈവത്തിനെയാണോ പത്മകുമാർ വിശേഷിപ്പിച്ചത് ദൈവത്തെപ്പോലെ നമ്മൾ കാണുന്നവർ കൊള്ളാവുന്ന ആൾ കൈക്ക് പിടിച്ചാൽ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ആ കിറ്റപ്പൻ ദൈവത്തെക്കുറിച്ചാണോ പത്മകുമാർ പറഞ്ഞത്? ആരാണ് പത്മകുമാർ ഭയപ്പെടുന്ന, അരുതെന്ന് പറയാൻ പത്മകുമാറിന് മടിയുണ്ടായിരുന്ന ആ ദൈവമാരാണ്? അതോ ഇനി താനങ്ങനെ കുടുങ്ങിയാൽ മറ്റുള്ളവരെയും ഞാൻ കുടുക്കുമെന്ന് പറയാൻ വേണ്ടി പത്മകുമാർ മുന്നോട്ട് വെച്ച ഒരു വ്യാജ നാടകമാണോ ഈ ദൈവം? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ദേവസ്വം ബോർഡ് കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇവർ രണ്ടുപേരും കൂടെ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും ദേവസ്വം മന്ത്രി അറിയാതിരിക്കില്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി, ഓർമ്മയില്ലേ, സന്നിധാനത്തിൽ വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് തൊഴാൻ ശ്രമിച്ച CPI നേതാവ് തൊഴുതപ്പോൾ ആ കൈ പിടിച്ച് താഴ്ത്തിയ ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ലെന്ന് പറയാൻ പറ്റുമോ? ദേവസ്വം മന്ത്രിയെ പിന്നെ പത്മകുമാർ ഇങ്ങനെ ഈശ്വരനെ പോലെ ഭഗവാനെ പോലെ ഭയപ്പെടുമോ എന്ന് ചോദിച്ചാൽ പാടാണ്. കാരണം ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളിയും പത്മകുമാറും ഒക്കെ CPM ഏതാണ്ട് ഒരേ കാലയളവിൽ പാർട്ടിക്കകത്ത് വന്നവരാണ്. അതുകൊണ്ട് അത്ര പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇനി അടുത്ത അറസ്റ്റ് ഉറപ്പാണ്. എന്നാണെന്ന് തീരുമാനിച്ചാൽ മതി, സമയം മാത്രം കുറിച്ചാൽ മതി, അത് കടകംപള്ളിയാണെന്നുള്ള ഉറപ്പാണ്. അപ്പോഴും പത്മകുമാർ പറഞ്ഞ ഭയക്കുന്ന, മിണ്ടാൻ പാടില്ലാത്ത, ചെയ്യാൻ പറഞ്ഞ ചെയ്തേ തീരൂ എന്നുള്ള ആ ദൈവത്തിലേക്ക് അറസ്റ്റ് എത്തുമോ? ആ ദൈവം ആരാണെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പ് CPM ഉന്നത നേതാക്കന്മാർ കേരളത്തിലെ ലക്ഷക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ ഹൃദയമൂർത്തിയായ അയ്യപ്പനെ കൊള്ളയടിച്ച പാർട്ടി എന്ന് പറയുന്നത് CPM ആണെന്ന് ഓരോ നിമിഷവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് ഞാൻ കണ്ടില്ലേ, ഞങ്ങളുടെ ഹൃദയവിശാലത, ആ എത്ര വലിയവനായാലും രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ പോലീസ് അങ്ങോട്ട് മലർത്തി എന്നാണ് പറയുന്നത്. പോലീസ് എന്താ ഗോവിന്ദ ചെയ്തത്? പോലീസ് ഇത് ചെയ്യുന്നത്, പോലീസിനെ, ഈ അന്വേഷണ സംഘത്തെ, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും നിങ്ങളുടെ DGP അല്ല സാർ, നിങ്ങളുടെ DGP അല്ല സഖാവേ. കാരണം അത് കേരള ഹൈക്കോടതിയാണ് അതിലെ ഓരോ ഉദ്യോഗസ്ഥരെയും സെലക്ട് ചെയ്തത്. SIമാർ മുതൽ IG വരെയുള്ള ഉദ്യോഗസ്ഥർ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ആ അന്വേഷണ സംഘത്തിനോട് അവരുടെ റിപ്പോർട്ട് DGPക്ക് കൊടുക്കാനല്ല, ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കാനല്ല, ഞങ്ങൾക്ക് കോടതിയിൽ തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ധൈര്യം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് വന്ന. അതിൻ്റെ ക്രെഡിറ്റ് ഗോവിന്ദ സിൽവർ ലൈൻ വന്നു കഴിയുമ്പോൾ അതിൽ പോയി അപ്പം വയ്ക്കാൻ പറഞ്ഞു എന്നതുപോലെ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കണം. കാരണം നിങ്ങളുടെ പാർട്ടി കള്ളന്മാരുടെ പാർട്ടിയാണ്, അയ്യപ്പനെ, ശബരിമലയെ കൊള്ളയടിച്ച, ശബരിമലയെ നശിപ്പിക്കാനിരിക്കുന്ന പാർട്ടിയാണെന്ന് ഓരോ നിമിഷവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ചോദ്യം ബാക്കിയാണ്. പത്മകുമാർ അറസ്റ്റിലായി, പത്മകുമാർ ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിൽ, പത്മകുമാർ അങ്ങനെ ജയിലിലേക്ക് പോവുകയാണ്. അടുത്തത് കടകംപള്ളി ആയിരിക്കാം. പക്ഷേ അപ്പോഴും പത്മകുമാർ പറഞ്ഞ ദൈവം ആരാണ്? അതിൻ്റെ ഉത്തരം കിട്ടുമോ എന്നറിയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ ദൈവത്തെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നും അറിയില്ല. ഒരുപക്ഷെ ദൈവം ഹൈക്കോടതിയേക്കാൾ പ്രബലനാണെങ്കിലോ?